ശരിക്കും ഒതുങ്ങിയ വയറും ഒട്ടിയ വയറുമായിട്ട് നല്ല അഭ്യാസവും ശരീരത്തിനെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ഈ കോമാളി വേഷം എവിടുന്ന് വന്നു എന്നറിയില്ല. അത് ശരിക്കും മഹാബലിയെ കളിയാക്കണതിന് പോലെ എനിക്കൊന്ന് സദ്യയുമായി കൂട്ടിയണയ്ക്കാൻ തോന്നുന്നു. മാവേലി അത്രത്തോളം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഊണ് കഴിച്ചിട്ട് വയറ് വീർത്തു എന്നുള്ള നിൽക്കുന്നത് ശരിക്കും അങ്ങനെയില്ല. നല്ല യോദ്ധാവാണ് മഹാബലി. ചില കാര്യത്തിനൊക്കെ ആ മാറ്റങ്ങളില്ലാണ്ട്, പക്ഷെ ആ പഴയ രീതിയിൽ ഈ പൂക്കൾ ശേഖരിച്ച് ഓരോ വീടാന്തരം കയറിയിട്ട് ഈ പലതരത്തിലുള്ള പൂക്കൾ ശേഖരിക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു. കാരണം ഒരു ഭാരമായിട്ടൊന്നും തോന്നിയിരുന്നതേ ഇല്ല. ഞങ്ങളൊക്കെ എത്രയോ പൂക്കൾ പറിച്ചിട്ടുണ്ട്. ഇപ്പം ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു മനോഭാവമൊന്നുമില്ല. എല്ലാം മറന്ന് സന്തോഷിക്കാനുള്ള കുറച്ചൊരു ദിവസം എന്നുള്ള നിലയ്ക്ക് സദ്യ അത് കൂടെ കയറി വന്നതാണ്. അത് വിഭവസമൃദ്ധമായിട്ട് തന്നെ വേണം. ഉത്രാടപ്പാച്ചിൽ എന്നാണ് പറയുക. തലേ ദിവസം ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും. ഉത്രാടം ദിവസം ഫോൺ എടുക്കാനും കൂടി ആർക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കാലം എത്ര മുന്നോട്ട് പോയാലും. അത്തപ്പൂക്കളവും ഓണസദ്യയും എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് അത്തപ്പൂക്കളവും പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം, അതിൽ സദ്യ തന്നെ. എങ്ങനെയാണ് ഈ അത്തപ്പൂക്കളവും സദ്യയും ഈ ഓണാഘോഷത്തിലേക്ക് കടന്നു വന്നത്? അല്ലെങ്കിൽ ഈ അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതിന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? സദ്യക്കാണെങ്കിലും ആ സദ്യവട്ടത്തിന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? അത്തം മുതൽക്ക് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ അത് ചെയ്യാറുണ്ട്. ഈ അമ്പലവാസികളും കുറച്ച് ഉയർന്ന സമുദായക്കാരൊക്കെ പതിവ് കർക്കിടകത്തിലത്തെ അത്തം മുതൽക്ക് പൂവിടും. അപ്പോൾ ചിങ്ങത്തിലെ അത്തം അല്ലേ? അല്ല, കർക്കിടകത്തിലെ അത്തം മുതൽക്ക് പൂവിട്ടിട്ട് ഈ പൂക്കളം തീർത്തിട്ട് ഓണത്തിലത്തെ അത്തം മുതൽക്ക് ഈ മാതേരി വയ്ക്കുക. എന്നാൽ പൊതുവെ എന്ന് പറയുമ്പോൾ അല്ലാത്ത ആൾക്കാർ പൊതുവെ ചിങ്ങത്തിലത്തെ അത്തം മുതൽക്ക് പൂക്കളിടുക. മാതേരി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മണ്ണുകൊണ്ട് നമ്മൾ മാവേലിയുടെ വിഗ്രഹം ഉണ്ടാക്കുമല്ലോ, അതിന് ചില ദിക്കിൽ മാതേര എന്ന് പറയും, ദിക്കിൽ മാവേലി എന്ന് പറയും. ഓരോ ദിക്കിൽ ഓരോ പേരാണ്. അത് ഈ അത്തപ്പൂക്കളത്തിന്റെ സൈഡിൽ വെക്കുമോ? അത്തം ഇല്ല, അത്തപ്പൂക്കളം കഴിഞ്ഞിട്ടാണ് ഇത് വെക്കണം. ഇത് വെക്കാൻ തുടങ്ങിയ പൂക്കളത്തിന്റെ ആവശ്യമില്ല. പൂക്കളം നിർത്തിയിട്ടാണ് മാതേര് വെക്കണം. ഈ പൂക്കൾ ഇടുന്നതിന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? പൂക്കളിൽ അങ്ങനെ നിബന്ധനയായിട്ടൊന്നും അല്ല. ചിലർ പറയും അത്തത്തിന് തുടങ്ങിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടിട്ട് ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ മൂലം ദിവസം മുതൽക്ക് മാതേരാക്കും. അപ്പോൾ പൂക്കളോ രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് ചിലർ ചെയ്യും. ചിലർ പൂക്കളം പിന്നെ ആവശ്യമില്ല, മാതേര് വരാൻ തുടങ്ങിയ പൂക്കളം രണ്ടും കൂടി വേണ്ട. അപ്പൊ അതിന്റെ ഈ നടുക്ക് വെക്കുന്നത് എന്താണ്? നടുവിൽ തൃക്കാക്കരപ്പനെ വെക്കും. തൃക്കാക്കരപ്പന്റെ സങ്കല്പമായിരുന്നു. അത് തിരുവോണം ദിവസമാണ് അത് വെക്കാറുള്ളൂ. അതുവരേക്ക് 3, 5, 7, 9 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് തിരുവോണം ദിവസം നടുവിൽ തൃക്കാക്കരപ്പനെ വെക്കും. പീഠത്തിൽ കുറച്ച് ഉയരത്തിലും വലുപ്പത്തിലും സാധാരണ രീതി. അതിൻ്റെ ചുറ്റും 10 പരിവാരങ്ങൾ ആയിട്ട് വയ്ക്കും. മഹാബലിയെ കുറച്ച് ഉരുട്ടിയിട്ടൊരു രൂപത്തിൽ. പരിവാരങ്ങൾ എന്ന് പറയുന്നത് പൂക്കളത്തിൽ ഓരോ കളങ്ങളാണോ? അതിൻ്റെ ചുറ്റും, ഈ തൃക്കാക്കരപ്പൻ്റെ ചുറ്റും വയ്ക്കുന്നതാണ്. നമ്മൾ ഈ മഹാബലി ഇങ്ങനെ തടിയനായിട്ടൊക്കെ ചിത്രീകരിക്കുക, അത് പറയാനുള്ള വിട്ടതാണ്. തടിയനായിട്ടുള്ളൊരു ഇതല്ല ശരിക്കും. കാരണം മഹാബലി ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്നിരുന്നു എന്നാണ് പറയണത്. മറ്റുള്ള അപ്പോൾ ശരിക്കും ഒതുങ്ങിയ വയറും ഒട്ടിയ വയറുമായിട്ട് നല്ല അഭ്യാസവും ശരീരത്തിനെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ഈ കോമാളി വേഷം എവിടുന്ന് വന്നു എന്നറിയില്ല. അത് ശരിക്കും മഹാബലിയെ കളിയാക്കണതിന് പോലെ. എനിക്കൊന്ന് സദ്യയുമായി കൂട്ടിയണയ്ക്കാൻ തോന്നുന്നു. മാവേലി അത്രത്തോളം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഊണ് കഴിച്ചിട്ട് വയറ് വീർത്തു എന്നുള്ള നിൽക്കുന്നത് ശരിക്കും അങ്ങനെയില്ല. നല്ല യോദ്ധാവാണ് മഹാബലി. അപ്പോൾ വയറ് വീർത്തിട്ടല്ല വേണ്ടത്, ഒതുങ്ങിയ ശരീരപ്രകൃതി തന്നെയാണ്. സദ്യ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ വലിയ വിഷമമായിരുന്നല്ലോ പണ്ടൊക്കെ. പഞ്ഞമാസം എന്നാണല്ലോ പറയുക. അപ്പം അത് കഴിഞ്ഞ് വരുന്ന ഒരു സമൃദ്ധി കൊയ്തിട്ട് വരുമ്പോൾ അപ്പോൾ അതുവരെയുള്ള ദുഃഖങ്ങളൊക്കെ കുറച്ച് ലേശം ദിവസമെങ്കിലൊക്കെ ഒന്ന് മറക്കുക, ഓണക്കോടി എടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഭക്ഷണം അതിൽ പണ്ടൊന്നും എല്ലാ ദിവസവും വീട്ടിൽ ഈ പപ്പടം കാച്ചി അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇന്നിപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും വീട്ടിലായ പോലെയാണ്. അത് കാലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ. പണ്ടതില്ലല്ലോ. പപ്പടം കാച്ചിലൊക്കെ വിശേഷങ്ങൾക്ക് വെച്ചാൽ അതിനൊരു ആരോഗ്യ പ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ കൊളസ്ട്രോള് കൂടാനും പപ്പടവും അത്ര ശരി ആരോഗ്യപരമായിട്ട് നല്ലതൊന്നുമല്ല എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ ദിവസവും അത് വേണ്ട. എന്നാൽ കുറച്ച് ദിവസമെങ്കിലും മറ്റെല്ലാം മറന്ന് സന്തോഷിച്ച് ഇഷ്ടമുള്ള വിഭവങ്ങൾ കൂട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ആയ ഒന്നാമത് അതിന് പുതുമയുണ്ടാവില്ല, രണ്ടാമത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അന്ന് കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാം മറന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ, പായസം അടക്കമുള്ളത് ഉണ്ടാക്കി സന്തോഷിക്കുക. പഞ്ഞമാസം കഴിഞ്ഞ് വരുന്ന ഒരു സമൃദ്ധിയാണല്ലോ. അപ്പോൾ ആ ഭക്ഷണത്തിലും ആ സന്തോഷം കൊണ്ടുവന്ന് ഊഞ്ഞാലാടുക, അതേപോലെ മറ്റു കാര്യങ്ങൾ, തിരുവാതിരക്കളി, അതൊക്കെ ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ആവശ്യമാണ്. കാരണം ശരീരത്തിന് ഇതിനൊക്കെ വ്യായാമ മുറയിൽ
എല്ലാം മറന്ന് സന്തോഷിക്കാനുള്ള കുറച്ചൊരു ദിവസം എന്നുള്ള നിലയ്ക്ക് സദ്യ അത് കൂടെ കയറി വന്നതാണ്. അത് വിഭവസമൃദ്ധമായിട്ട് തന്നെ വേണം. ഉത്രാടപ്പാച്ചിൽ എന്നാണ് പറയുക. തലേ ദിവസം ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും. ഉത്രാടം ദിവസം ഫോൺ എടുക്കാനും കൂടി ആർക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കാലം എത്ര മുന്നോട്ട് പോയാലും. കാരണം 100 സാധനങ്ങൾ വേണം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് റോഡ് സൗകര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ. അപ്പോൾ ഈ ഓട്ടോയിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു വലിയ തിരക്കാണ്. ഒറ്റപ്പാലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നാണ്. മാർക്കറ്റിലാണെങ്കിൽ പോലും ഭയങ്കര തിരക്കായിരിക്കും. അതൊക്കെ ഇപ്പോഴും ഒരു മാറ്റമില്ല. ചില കാര്യത്തിനൊക്കെ ആ മാറ്റങ്ങൾ ഇല്ലാണ്ട്. പക്ഷെ ആ പഴയ രീതിയിൽ ഈ പൂക്കൾ ശേഖരിച്ച് ഓരോ വീടാന്തരം കയറിയിട്ട് ഈ പലതരത്തിലുള്ള പൂക്കൾ ശേഖരിക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു. കാരണം ഒരു ഭാരമായിട്ടൊന്നും തോന്നിയിരുന്നതേ ഇല്ല. ഞങ്ങളൊക്കെ എത്രയോ പൂക്കൾ പറിച്ചിട്ടുണ്ട്. ഇപ്പം ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു മനോഭാവമൊന്നുമില്ല. ഇപ്പം ആരും അങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് പോലും പോകാറില്ല. എല്ലാവരും പൂ വരുത്തുകയാണ്. അതെ ഒക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും. അപ്പം മാർക്കറ്റിൽ നിന്ന് പൂവ് വാങ്ങുക, ഇടുക. പക്ഷെ പൂക്കളും മുമ്പത്തേക്കാളും നന്നാവണമൊക്കെ ഉണ്ട്. നല്ലത് പറയണോ, മനോഹരമായിട്ട്. കാരണം പണ്ട് കിട്ടുന്ന പൂക്കളേ ഉള്ളൂ. ഇപ്പം എല്ലാ പൂക്കളും നമുക്ക് കിട്ടും പൈസ കൊടുത്താൽ. പക്ഷേ കൃത്യമായിട്ട് നല്ല കളർ പാറ്റേണില് വളരെ വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് ഇടാം. അതെ. ഓരോ വീട്ടിലും പോയിട്ട് ഇതിങ്ങനെ ശേഖരിക്കുമ്പോൾ അത് എന്തോ മാനസികമായിട്ട് നമുക്കൊരു ഉല്ലാസം പ്രത്യേകിച്ച് തന്നിരുന്നു. എന്താണത് എന്ന് അറിയുന്നില്ല. ചിലപ്പോൾ കുളത്തിൻ്റെ അവിടെ കുളിക്കാൻ പോകുമ്പോൾ അതുപോലെയൊക്കെ ചാടി മറിഞ്ഞ് ആ കുളത്തിൻ്റെക്ക് ചാഞ്ഞ് നിൽക്കണ ചില മരങ്ങളും ചെമ്പരത്തി പൂവ്, അവർക്കും അതിന് നമ്മൾ ചെല്ലണത് ആലോചിക്കില്ല. നമുക്ക് അതൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഒരു വിനോദമായിട്ട്. സ്കൂൾ പൂട്ടും, സ്കൂൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് തോന്നി. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇപ്പോൾ പോയി അവരവരുടെ വീട്ടിലേക്ക് ഒതുങ്ങി ടി വി കാണുക, ആ ടി വിയിൽ ഒതുങ്ങുക, വാങ്ങിക്കൊണ്ടുവന്ന് മാതേരടക്കം വാങ്ങുകയാണല്ലോ. പിന്നെ ഈ എണ്ണങ്ങളൊന്നും ഇപ്പോൾ നോക്കണമൊന്നുമില്ല. 2, 3, 5 അങ്ങോട്ട് വെക്കുക എന്നല്ലാണ്ട് ഇത്ര ദിവസം ഇത്ര എന്നുള്ള കണക്കൊന്നും നോക്കിയിട്ടല്ലല്ലോ ഇപ്പോൾ വെക്കണത്. അതൊക്കെ ഒരു കുറച്ചും കൂടി ഒരു രസമായിരുന്നു. ഓരോ വീടുകളിൽ കുട്ടികൾ ഇങ്ങനെ പോവുക. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഷൂട്ടിങ്ങിൽ. അതേപോലെ അത് ഒരു ഇതൊക്കെ കുറച്ചിങ്ങനെ മാറി. അങ്ങനെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ വരുന്ന മാവേലിക്ക് ഒരു ഇരിപ്പിടം ഒരുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആസ്വദിക്കുക, തൻ്റെ പ്രജകൾ നന്നായിട്ട് ഇവിടെ കഴിയുന്നുണ്ട് എന്ന് വിചാരിച്ചോട്ടെ എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ജനതയുടെ സങ്കല്പമല്ലേ. അപ്പോൾ നമ്മളതിനെ ഒരുപാട് പരിഹസിച്ച് അതിനെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. കാരണം എല്ലാതും ഇപ്പോൾ നമ്മൾ യുക്തി നോക്കിയിട്ടല്ലല്ലോ ചെയ്യണത്. അങ്ങനെ ഇരുന്നോട്ടെ, കുറച്ച് പേര് അങ്ങനെ സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിച്ചോട്ടെ. പക്ഷെ അത് വസ്തുതയായിട്ട് പുരാണത്തിൽ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മഹാബലി തൻ്റെ പ്രജകൾ സുഖമായിട്ട് കഴിയണു എന്ന് വിചാരിച്ച് അദ്ദേഹം ആശ്വസിച്ചോട്ടെ എന്ന് വെച്ചിട്ടും ആവാം ഉമ്മർത്ത് പൂക്കളൊക്കെ ഇട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയും ഊഞ്ഞാലാട്ടവും ഒക്കെ ആഘോഷമായിട്ട് കഴിയുന്നുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഘോഷം. പഞ്ഞമാസത്തിന് ശേഷം വരുന്ന ഒരു സമൃദ്ധിയാണല്ലോ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കർക്കിടകത്തിൽ മഴയും, പണ്ട് പഞ്ഞമാസം കൊയ്ത്തുണ്ടാവില്ല. അപ്പോൾ വളരെ അവസാനമായിട്ടുള്ളൊരു സമയമാണ്. പിന്നെ സമൃദ്ധി തുടങ്ങുകയാണല്ലോ ചിങ്ങമാസത്തിൽ. ചില മലയാള മാസപ്രകാരം ചിങ്ങത്തിലാണ് വർഷം തുടങ്ങണത് എന്നുണ്ട്. നമ്മുടെ സൂര്യമാസപ്രകാരം മേടത്തിലാണ്, വിഷുവിനാണ് തുടങ്ങുക. ചില കാഴ്ചപ്പാട് പ്രകാരം ചിങ്ങത്തിലും തുടങ്ങും. കർഷക വർഷം ചിങ്ങത്തിലാണ് തുടങ്ങുക. അപ്പോൾ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു തുടക്കം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂക്കൾ വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. പൂക്കൾക്ക് തരാൻ കഴിയുന്നൊന്ന് പൂക്കൾക്ക് മാത്രമേ തരാൻ കഴിയൂ, വേറെ ഒന്നിനും കഴിയില്ല. അപ്പോൾ അത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നു.